ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് ഒരു ചരിത്രമല്ല, മറിച്ച് കേരളത്തിലെ വളരെ പ്രശസ്തമാർന്ന ഒരു മിത്തിനെക്കുറിച്ചാണ്. കളിയങ്കാട്ട് നീലിയുടെ മിത്ത്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയാണ് ഈ വീഡിയോയുടെ റെഫറൻസ്. താല്പര്യമുള്ളവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്, പരിശോധിച്ച് നോക്കാം. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഈ സ്ഥലത്തിനും കളിയങ്കാട്ട് നീലിയുടെ മിത്തിനും തമ്മിൽ ഒരു ബന്ധമുണ്ട്. എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഗേറ്റ് കടന്ന് 100 മീറ്റർ മുന്നോട്ട് പോവുകയാണെങ്കിൽ പനയന്നാർകാവ് ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്ത് എത്തിച്ചേരും. ഒരുപാട് യക്ഷിപ്പനകളും കാവും കുളവും ക്ഷേത്രവും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വലിയ പരിസരമാണ്. ഈ പരിസരത്തായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് യക്ഷിയുമായി ബന്ധപ്പെട്ട്, യക്ഷിപ്പനയുമായി ബന്ധപ്പെട്ട്, കടമറ്റത്ത് കത്തനാരുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അത് കേട്ടാണ് ഞാൻ വളർന്നത്. എൻ്റെ ജീവിതത്തിൽ നേരിട്ട് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആദ്യം കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറഞ്ഞിരിക്കുന്ന കളിയങ്കാട്ട് നീലിയെ നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനുശേഷം എനിക്ക് നേരിട്ടുണ്ടായിട്ടുള്ള അനുഭവം എന്താണെന്നും മനസ്സിലാക്കാം. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പറയുന്ന കളിയങ്കാട്ട് നീലി ശരിക്കും ഇന്നത്തെ കേരളത്തിലല്ല ജീവിച്ചിരുന്നത്. അങ്ങ് നാഗർകോവിൽ കളിയങ്കാട് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. കൊടൂരമായ ഒരു വനത്തിനോട് ചേർന്നായിരുന്നു കളിയങ്കാട് എന്ന് പറയുന്ന ആ കുഞ്ഞു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ആ ഗ്രാമം മുഴുവനും പ്രശസ്തമായിരുന്ന ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. അല്ലി എന്നാണ് ആ സ്ത്രീയുടെ പേര്. അതിസുന്ദരിയായിരുന്നു അല്ലി. ധനികയായിരുന്നു. ഒരു ദേവദാസി സ്ത്രീയായിരുന്നു. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. അവളുടെ കഴിവും സൗന്ദര്യവും പണവും ഒക്കെ തിരിച്ചറിഞ്ഞ് അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ആളുകൾ അവിടെ അനേകമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ മാത്രമല്ല, അതിനോട് ചേർന്നുള്ള അനേകം ഗ്രാമങ്ങളിൽ ഇത്തരത്തിൽ അവളോടുള്ള ഇഷ്ടം മൂത്ത് അവളെ ഒന്ന് കാണാനായി കൊതിയോടെ ഓടി വന്ന അനേകം പുരുഷന്മാരുണ്ട്. ഒരു ദേവദാസി സ്ത്രീയാണെങ്കിൽ പോലും അവൾക്ക് വിവാഹം ചെയ്ത് ഭർത്താവിനോടൊപ്പം ഒരു കുഞ്ഞൊക്കെ ആയിട്ട് ജീവിക്കണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഇരിക്കെയാണ് നമ്പി എന്ന അതിസുന്ദരനായ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ബ്രാഹ്മണ പുരുഷൻ അവളെ തേടിയെത്തിയത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുപോലെ തന്നെ അയാൾക്കും അല്ലിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നാൽ എല്ലാവരും ഇഷ്ടപ്പെട്ടതുപോലെ അല്ല അല്ലിയെ അയാൾ ഇഷ്ടപ്പെട്ടത്. കാരണം അയാളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അവളുടെ ബ്രില്യൻസോ അല്ലെങ്കിൽ അവളുടെ സൗന്ദര്യമോ കഴിവുകളോ ഒന്നുമല്ല, മറിച്ച് അവളുടെ പണമായിരുന്നു. എങ്ങനെയെങ്കിലും അവളെ വിവാഹം ചെയ്ത് അവളുടെ ആ പണം മുഴുവനും കൈക്കലാക്കാൻ നമ്പി തീരുമാനിച്ചു. പിന്നീട് അവരുടെ വിവാഹം നടന്നു. അതിനുശേഷം അവർ രണ്ടുപേരും സന്തോഷത്തോടു കൂടി കുറേയധികം കാലം കഴിച്ചുകൂട്ടി. അങ്ങനെ ഇരിക്കെയാണ് അല്ലി പ്രഗ്നൻ്റ് ആകുന്നത്. ഇനിയും അല്ലിയുടെ കൂടെ താമസിക്കുന്നത് അത്ര ബുദ്ധിപരമായിട്ടുള്ളൊരു കാര്യമല്ലെന്ന് നമ്പിക്ക് തോന്നി. തനിക്കൊരു ബാധ്യതയായിട്ട് മാറും. അല്ലി ഇല്ലാതെയായി മാറിക്കഴിഞ്ഞാൽ അല്ലിയുടെ സകല സ്വത്തുക്കളും തനിക്ക് സ്വന്തമാക്കാം. പക്ഷേ താനാണ് അല്ലിയെ ഇല്ലാതെയാക്കിയതെന്ന് ആരും അറിയാൻ പാടില്ല. ആരുമില്ലാത്ത ഒരു പ്രദേശത്തേക്ക് ഇവളെ കൂട്ടിക്കൊണ്ടുപോകണം. മറ്റേതെങ്കിലും കള്ളന്മാരോ കൊള്ളക്കാരോ അവളെ ആക്രമിച്ച് കൊന്നതാണെന്ന് വരുത്തി തീർക്കണം. അതിനുവേണ്ടി അല്ലിയോട് അയാൾ ഒരു കള്ളക്കഥ പറഞ്ഞുണ്ടാക്കി. നമ്മൾ ഈ ഗ്രാമം വിടാൻ പോവുകയാണ്. ഇതിനേക്കാൾ സുഖകരമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്ന മറ്റൊരു ഗ്രാമം എനിക്കറിയാം. അവിടെ താമസിക്കാനാണ് എനിക്ക് താല്പര്യം. ഭർത്താവിൻ്റെ താല്പര്യത്തിനൊത്ത് ജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു അല്ലി. അതുകൊണ്ട് തന്നെ ഭർത്താവിന് വഴങ്ങി തൻ്റെ പ്രിയപ്പെട്ട ഗ്രാമം ഉപേക്ഷിച്ച് ആ അന്യഗ്രാമത്തിലേക്ക് അവർ യാത്ര പുറപ്പെട്ടു. കളിയങ്കാടെന്ന ആ ഗ്രാമത്തിനോട് ചേർന്ന് കിടക്കുന്ന ആ വലിയ വനത്തിൻ്റെ പേരും കളിയങ്കാടെന്ന് തന്നെയാണ്. നട്ടുച്ചയ്ക്ക് പോലും അവിടെ കൂരിരുട്ടായിരിക്കും. ആ കൂരിരുട്ടിലൂടെയാണ് രണ്ടുപേരും സഞ്ചരിക്കുന്നത്. സഞ്ചരിച്ച് ആരും പരിസരത്തില്ലെന്ന് ബോധ്യമായ ഒരു ഘട്ടമെത്തിയപ്പോൾ നമ്പി തൻ്റെ കയ്യിലുണ്ടായിരുന്ന കടാര ഉപയോഗിച്ച് അവളുടെ വയറ്റിൽ ആഞ്ഞു കുത്തി. ആ വയറ്റിൽ അവളുടെ ജീവൻ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്, അവളുടെ ജീവനായ അവളുടെ പിഞ്ചോമനയും ഉണ്ടായിരുന്നു. നിമിഷ നേരങ്ങൾ കൊണ്ട് അവൾ മരണമടയുമ്പോൾ അവൾക്ക് കടാര കൊണ്ട് കുത്തേറ്റിട്ടുള്ള വേദന സഹിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമായിരുന്നു. എന്നാൽ അതിനും ഉപരിയായി അവൾ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് തന്നെ ചതിച്ചു കൊന്നതെന്നുള്ള വേദന അവളെ അതിനേക്കാളും ഒക്കെ അലട്ടിയിരുന്നു. ആ വേദനയോടുകൂടിയാണ് അവൾ മരണമടയുന്നത്. അതിനുശേഷം അവൾ ധരിച്ചിരുന്ന ആഭരണങ്ങളുമായി നമ്പി അവിടെ നിന്നും തിരിച്ച് കളിയങ്കാട് ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോയി. ആ ദിവസത്തോടുകൂടി അല്ലി ഇല്ലാതെയായി. എന്നാൽ അല്ലിയുടെ ഉള്ളിലുണ്ടായിരുന്ന സത്വം അതില്ലാതെ ആയിരുന്നില്ല. അതൊരു യക്ഷിയായി മാറി, ഒരു വാമ്പയറായിട്ട് മാറി. രക്തം കുടിക്കുന്ന രക്തദാഹിയായ ഒരു വാമ്പയർ. അതിനുശേഷമുള്ള നാളുകളിലെല്ലാം കളിയങ്കാട്ട് നീലി എന്ന പേരിൽ അവൾ ആ കളിയങ്കാട് കാട്ടിലുണ്ടായിരുന്നു. കളിയങ്കാട്ട് നീലി അവിടെ ഉണ്ടെന്നുള്ള ധാരണയില്ലാതെ അനേകം പുരുഷന്മാർ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ആ കാടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചവരാരും പിന്നീട് പുറംലോകം കണ്ടിട്ടില്ല. കൂരിരുട്ടാണ്. ആ കൂരിരുട്ടിൻ്റെ ഉള്ളിൽ പോലും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു സ്ത്രീരൂപം അവിടെ ഉണ്ടായിരുന്നു.
അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ. ആ സ്ത്രീയെ കണ്ടാൽ ആരും ഒന്ന് മോഹിച്ചു പോകും. ആ സൗന്ദര്യം ഉപയോഗിച്ച് അവൾ ശരിക്കും വേട്ടയാടുകയായിരുന്നു. എങ്ങനെയാണോ ഒരു ഇരയെ ഉപയോഗിച്ച് വലിയ മീനുകളെ നമ്മൾ കൈക്കലാക്കുന്നത്, അതേപോലെ അവൾ ആ സൗന്ദര്യം ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന പുരുഷന്മാരെ അവൾ വശത്താക്കി. അവളുടെ സൗന്ദര്യത്തിൽ പൂർണ്ണമായിട്ടും മതിമറന്നു നിൽക്കുന്ന ആ പുരുഷന്മാരുടെ മുൻപിൽ അവൾ അവളുടെ തനി രൂപം കാണിച്ചു. ഭീകരമായിട്ടുള്ള യക്ഷിയുടെ പൂർണ്ണമായ രൂപം. അത് കണ്ട് ഭയന്നോടിയവരുടെ പിന്നാലെ ഓടിച്ചെന്ന് അവൾ അവരെ വേട്ടയാടി അവരുടെ രക്തവും മജ്ജയും മാംസവും അവൾ ഉള്ളിലാക്കി. അങ്ങനെയാണ് അവൾ അവളുടെ വിശപ്പടക്കിയിരുന്നത്. പുരുഷന്മാരെ മാത്രം നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരുന്നു. പുരുഷന്മാർക്ക് ഒരു സമയത്തും അതിനുള്ളിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായി. അങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ സാക്ഷാൽ കടമറ്റത്ത് കത്തനാരുടെ അരികിലെത്തുന്നത്. കത്തനാരോട് തങ്ങളുടെ ആവശ്യം അറിയിച്ചു. തങ്ങളുടെ ഗ്രാമത്തോട് ചേർന്ന് കിടക്കുന്ന ആ കളിയങ്കാട് എന്ന കാട്ടിൽ ഒരു യക്ഷിയുണ്ട്. ആ യക്ഷിയെ കാരണം ഒരു പുരുഷനും ആ കാടിനുള്ളിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല. ഞങ്ങളെ എങ്ങനെയെങ്കിലും സഹായിക്കണം. കത്തനാർ ഒരു സാധാരണ യാത്രക്കാരനെ പോലെ ആ കളിയങ്കാട് കാടിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിച്ചു. അങ്ങനെ സഞ്ചരിച്ച് ഒടുവിൽ അതിസുന്ദരിയായ ഒരു സ്ത്രീയുടെ മുൻപിൽ അദ്ദേഹം എത്തിച്ചേർന്നു. അദ്ദേഹത്തിൻ്റെ സ്പിരിച്വലായിട്ടുള്ള ഡിവൈനായിട്ടുള്ള കഴിവ് ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന് ആ യക്ഷിയുടെ യഥാർത്ഥ രൂപം കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഈ ലെജൻഡിലൂടെ കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്നത്. അവിടെ നിൽക്കുന്നത് യക്ഷിയാണെന്ന പൂർണ്ണമായിട്ടുള്ള ബോധ്യത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ആ കളിയങ്കാട്ട് നീലിയെ നേരിടുന്നത്. പിന്നീട് അവിടെ നടന്നത് ഒരു വലിയ യുദ്ധമാണ്. ആ യുദ്ധം എങ്ങനെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. പക്ഷേ കടമറ്റത്ത് കത്തനാരെന്ന സീരിയൽ കണ്ടതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലേസർ ഉപയോഗിച്ചിട്ടുള്ള ഒരു യുദ്ധമാണെന്നാണ്. കളിയങ്കാട്ട് നീലി അവരുടെ കണ്ണുകൾ ഉപയോഗിച്ചിട്ട് പ്രത്യേക തരത്തിലുള്ള ഒരു ലേസർ രശ്മി ഉണ്ടാക്കും. അത് നേരെ കത്തനാരെ ആക്രമിക്കാനായിട്ട് പോകും. അപ്പോൾ കത്തനാരുടെ കയ്യിൽ കുരിശ് പതിച്ചിട്ടുള്ള ഒരു വടിയുണ്ട്. ആ വടി ഉപയോഗിച്ചിട്ട് മറ്റൊരു ലേസർ അവിടേക്ക് അയക്കും. അപ്പോൾ ഈ ലേസറുകൾ പരസ്പരം ഇങ്ങനെ കൂട്ടിമുട്ടി നടക്കുന്ന ഒരു യുദ്ധമാണ്. ഏറെക്കുറെ സമാധാനത്തോടു കൂടിയുള്ള ഒരു യുദ്ധമാണ്. കാരണം അവിടെ രക്തച്ചൊരിച്ചിലൊന്നും ഉണ്ടാകുന്നില്ല. ആ യുദ്ധത്തിനൊടുവിൽ കത്തനാരാണ് വിജയിക്കുന്നത്. കത്തനാർ ഒടുവിൽ ഒരു ആണി ഉപയോഗിച്ച് അവളെ ഒരു മരത്തിൽ തളച്ചു. ചില വിശ്വാസങ്ങളനുസരിച്ച് മരത്തിലല്ല പനയിലാണ് തളയ്ക്കുന്നത്. എൻ്റെ നാട്ടിലെ വിശ്വാസം അനുസരിച്ച് യക്ഷിപ്പനയിലാണ് യക്ഷിയെ തളയ്ക്കുന്നത്. പക്ഷേ ആ യക്ഷിയുടെ ഉള്ളിലൊരു നന്മയുണ്ടെന്ന് കത്തനാർ മനസ്സിലാക്കി. കത്തനാർ അതുകൊണ്ട് തന്നെ ആ യക്ഷിയെ ഒരു ഭഗവതിയുടെ രൂപത്തിലേക്ക് മാറ്റിയെടുത്തു. യക്ഷിയുടെ ശക്തി ശരിയായ രീതിയിലേക്ക് പ്രവർത്തിക്കുന്ന രീതിയിൽ, അതായത് ആളുകളെ കൊല്ലാതെ ആളുകളെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ കത്തനാർക്ക് സാധ്യമായി. ഈ മിത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ക്ഷേത്രങ്ങളുണ്ടായി. ആ ക്ഷേത്രത്തിൽ ഭഗവതിയുടെ രൂപത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന കളിയങ്കാട്ട് നീലിയെ ആരാധിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ഒഴുകിക്കൊണ്ടേയിരുന്നു. അവരുടെ പല ആവശ്യങ്ങളും ഈ യക്ഷിയുടെ മുൻപിൽ അവർ അവതരിപ്പിച്ചു. കണ്ണീരോടുകൂടി അവരുടെ കഥന യക്ഷി അറിയിച്ചു. ചിലതൊക്കെ സോൾവ് ആയിട്ടുണ്ടായിരിക്കും, ചിലതൊന്നും സോൾവ് ആയി കാണത്തില്ല. സോൾവായ കാര്യങ്ങളൊക്കെ യക്ഷി സോൾവ് ആക്കി തന്നു എന്ന രീതിയിലാണ് ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇനി എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ള ഒരു അറിവിനെക്കുറിച്ച് പറയാം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീടിൻ്റെ ഗേറ്റിൽ നിന്നും വെറും 100 മീറ്റർ മാത്രം മുൻപോട്ട് പോയി കഴിഞ്ഞാൽ പനയന്നാർ കാവാണ്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ, ഈ 100 മീറ്ററിന് ഇടയിൽ വേറൊരു ക്ഷേത്രം കൂടിയുണ്ട്, ഒരു ചെറിയ ക്ഷേത്രം. അവിടെയും കാവുണ്ട്, കുളമുണ്ട്, അതുപോലെ യക്ഷിയുടെ അല്ലെങ്കിൽ ഭദ്രകാളിയുടെ ഒരു പ്രതിഷ്ഠയുമുണ്ട്. ഇപ്പം കുറച്ചുകൂടെ പുനരുദ്ധാരണമൊക്കെ നടത്തിയൊരു വലിയ ക്ഷേത്രമാണ്. എന്നാൽ ഈ അനുഭവം നടക്കുന്ന സമയത്ത് അത്രയും വലിയ ക്ഷേത്രമല്ല. അവിടെ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട്. ആ പ്രതിഷ്ഠകളുടെ കൂട്ടത്തിൽ യക്ഷിയുടെ ഒരു പ്രതിഷ്ഠയുമുണ്ട്. യക്ഷിയുടെ പ്രതിഷ്ഠ നടക്കുന്ന ആ സ്ഥലത്ത് നിന്നും ഒരു 50 അല്ലെങ്കിൽ ഒരു 30 മീറ്ററൂടെ മാറിക്കഴിഞ്ഞാൽ പനയന്നാർ കാവാണ്. കാവിൻ്റെ അതിർത്തി പ്രദേശം ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ യക്ഷിയെ സ്ഥാപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ യക്ഷിയുടെ ആ ഒരു ചെറിയ ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വളരെയധികം പഴക്കമുള്ള, വളരെ നീളമുള്ള ഒരു വാളുണ്ട്. തുരുമ്പിച്ച ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വാളാണ്. ഈ യക്ഷികളുടെ ചിത്രങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏതാണ്ട് അതേപോലെ തന്നെ ഉള്ളൊരു വാളാണ്. ആ വാൾ കണ്ടാൽ തന്നെ അറിയാം ഒത്തിരി പഴക്കമുള്ള, വളരെ ദ്രവിച്ച ഒരു വാളാണെന്ന്. വിശ്വാസ സങ്കല്പങ്ങൾ അനുസരിച്ച് കളിയങ്കാട്ട് നീലിയും കടമറ്റത്ത് കത്തനാരും തമ്മിലുണ്ടായിരുന്ന യുദ്ധത്തിൻ്റെ അവസാന ഘട്ടമൊക്കെ ആയപ്പോഴേക്കും കളിയങ്കാട്ട് നീലിക്ക് ഒരു കാര്യം വ്യക്തമായി. ഈ കത്തനാരെ ഒരിക്കലും തോൽപ്പിക്കാൻ സാധിക്കില്ല. തൻ്റെ അന്ത്യമായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഭയപ്പെട്ട നീലി അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ തീരുമാനിച്ചു. അങ്ങനെ കുറേ ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ ഒടുവിൽ അവർ തളർന്ന് ഒരു കിണറിൻ്റെ കരയിൽ വന്നിരുന്നു. അവിടെ വന്നിരുന്നിട്ടാണ് അവർ ആവശ്യത്തിനുള്ള വെള്ളം അവിടെ നിന്ന് കുടിക്കുന്നത്. രക്തം കുടിക്കുന്ന യക്ഷിക്ക് എന്തിനാണ് വെള്ളം കുടിക്കുന്നതെന്നുള്ളൊരു ചോദ്യം ഉദിക്കുന്നില്ല. കാരണം ഇതൊരു മിത്താണ്. യാഥാർത്ഥ്യവും മിത്തും തമ്മിൽ വലിയ അന്തരമുണ്ട്.
അന്ന് വെള്ളം കുടിക്കാനായി യക്ഷി വന്നിരുന്ന കിണറ്റിൻകരയോട് ചേർന്നിട്ടാണ് ഇപ്പോൾ വാളും ചിത്രവുമൊക്കെ വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഓടിപ്പോയ യക്ഷിക്ക് പിന്നെ വലിയ രക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. കത്തനാര് പിടിക്കുകയും അവിടെ ഒരു മരത്തിൽ തളയ്ക്കുകയും ചെയ്തു. എനിക്കൊരു വലിയ സംശയമുണ്ടായിരുന്നു ഈ യക്ഷിയുടെ ചരിത്രത്തിന്. അന്ന് ഞാൻ ചരിത്രമായിട്ട് തന്നെയാണ് അതിനെ എടുത്തിരുന്നത്. പിന്നീടാണ് അത് മിത്താണെന്ന് എനിക്ക് ബോധ്യമുണ്ടായത്. എത്രമാത്രം പഴക്കമുണ്ട്, എത്ര വർഷം മുമ്പാണ് ഈ വാള് ഇവിടെ കൊണ്ടുവച്ചത്, യക്ഷി എന്നാണ് തളയ്ക്കപ്പെട്ടത്. അപ്പോൾ ഇത് ഞാൻ ചോദിക്കുന്നത് അന്ന് അവിടെ വിളക്ക് കത്തിച്ചിരുന്ന നാരായണത്തച്ഛൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയോടാണ്. അന്ന് ഈ ക്ഷേത്രം വലിയൊരു ക്ഷേത്രമൊന്നുമല്ല. ഞാൻ പറയുന്നത് പനയന്നാർകാവിനെ കുറിച്ചല്ല, അതിന് ഇടയിലുള്ള ഒരു ചെറിയ ക്ഷേത്രത്തെക്കുറിച്ചാണ്. അപ്പോൾ അന്ന് പൂജാരിക്ക് കൊടുക്കാനുള്ള പൈസയൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു പൂജാരി അല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു അന്ന് അവിടെ വിളക്ക് കത്തിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ആ അച്ഛനോട് ചോദിച്ചു, ശരിക്കും എത്ര പഴക്കമുണ്ട്, എന്നായിരിക്കും ഈ യക്ഷി ഇവിടെ കൊണ്ടുവച്ചത്? അപ്പം നാരായണച്ചനോട് പറഞ്ഞത് ഇതിനൊരു 6-7 വർഷം മുമ്പ് ആണ് ഞാനിത് ഇവിടെ കൊണ്ടുവച്ചതെന്നാണ്. അതായത് യക്ഷിയല്ല, അദ്ദേഹം ഒരു 6-7 വർഷം മുമ്പ് മാത്രമാണ് ആ വാൾ അവിടെ കൊണ്ടുവച്ചതെന്നാണ്. ഈ വാളപ്പോൾ എവിടെ നിന്നാണ് കിട്ടിയത് ഞാൻ ചോദിച്ചു. എവിടെ നിന്നാണ് ഇതെടുത്ത് ഇവിടെ കൊണ്ടുവച്ചത്? അപ്പം ഇവിടുന്ന് കുറച്ചങ്ങോട്ട് മാറി ഒരു കണ്ടമുണ്ട്. അപ്പോൾ ആ കണ്ടത്തിനോട് ചേർന്ന് ഒരു ചെറിയ കാടുണ്ട്. അപ്പോൾ ഒരു വട്ടം അദ്ദേഹത്തിന് അവിടെ നിന്ന് കിട്ടിയതാണ് ഈ ഒരു വാൾ. പിന്നെ അദ്ദേഹം ഇത് ഇവിടെ കൊണ്ടുവച്ചു. അതിനുശേഷം എല്ലാ ആളുകളും ഇത് വന്ന് തൊഴാൻ തുടങ്ങി. അതായത് വെറും 5-6 വർഷം മാത്രമേ പഴക്കമുള്ളൂ അന്ന്. ഇപ്പോൾ അതൊരു 30 വർഷത്തോളം പഴക്കമുണ്ട്. അപ്പോൾ ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് അന്ന് യക്ഷി അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുള്ള വാളാണെന്നാണ്. പക്ഷേ ഈ സത്യം മനസ്സിലാക്കിയതിന് ശേഷവും ഞാൻ സ്ഥിരം ഈ യക്ഷിയുടെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. അത് 2-3 വർഷം തുടർന്നു പോയി. എന്തിനാണ് ഞാൻ പിന്നെയും പോയി പ്രാർത്ഥിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും ഉത്തരവില്ല. അത് വിശ്വസിക്കാതിരിക്കാൻ എനിക്കന്ന് തോന്നിയിരുന്നില്ല. പിന്നീട് കുറച്ചുകൂടെ പ്രായമായപ്പോഴാണ് അത് പൂർണ്ണമായിട്ടും മിത്താണെന്ന് എനിക്ക് ബോധ്യമുണ്ടായത്. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ഈ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും അത് ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിക്കാനും സാധിക്കുന്നതാണ്. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കെയർലൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ മെമ്മറി 20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.